CPIയുടെ മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് തുടരുകയാണ്. പുതുമുഖങ്ങളെ മന്ത്രിമാരാക്കാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിർദ്ദേശമുണ്ടായി. വിവരങ്ങളുമായി ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജീവൻ, ഏത് രീതിയിലാണ് അഭിപ്രായം, ഏത് രീതിയിലാണ് കാര്യങ്ങൾ, തീരുമാനം പുരോഗമിക്കുന്നത്? അജിംഷാദ്, പാർട്ടി ആസ്ഥാനമായ MN സ്മാരകത്തിൽ ഇപ്പോഴും CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 11 മണിയോടുകൂടി ആരംഭിച്ച എക്സിക്യൂട്ടീവ് യോഗം തീരുമ്പോൾ തന്നെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ ആ മുറിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. രണ്ട് പേരുടെ പേരുകൾ ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാനാവും. ഇ ചന്ദ്രശേഖരൻ്റെയും കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരൻ്റെയും തൃശ്ശൂർ MLA VS സുനിൽകുമാറിൻ്റെയും പേരുകൾ ഏതാണ്ട് ധാരണയായി കഴിഞ്ഞു. രണ്ട് മന്ത്രിമാർ ഇനി വരേണ്ടതുണ്ട്. 4 മന്ത്രിമാരാണ് ആകെ CPIക്ക് അനുവദനീയമായിട്ടുള്ളത്. അതിൽ 4 പേരുടെ പേരുകൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. മുൻ നിയമസഭാ കക്ഷി നേതാവ് കൂടിയായ C ദിവാകരൻ, മുല്ലക്കർ രത്നാകരൻ എന്നിവരുടെ പേരുകൾ സജീവ പരിഗണനയിലുണ്ട്. K രാജുവിൻ്റെയും P തിലോത്തമൻ്റെയും പേരുകൾ CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ പുതുമുഖങ്ങളായിരിക്കണം മന്ത്രിമാർ എന്ന ഒരു നിർദ്ദേശം CPIയുടെ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ കൗൺസിലാണ് അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ കൗൺസിലിൻ്റെ പരിഗണനയ്ക്കായി വിട്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പരിചയസമ്പന്നരുടെയും ഒപ്പം പുതുമുഖങ്ങളുടെയും അടങ്ങുന്ന ഒരു ടീം തന്നെ വരേണ്ടതുണ്ട് എന്ന പൊതുധാരണ നേതൃത്വം എത്തിച്ചേരുകയാണെങ്കിൽ C ദിവാകരനെയും മുല്ലക്കർ രത്നാകരനെയും പരിഗണിക്കപ്പെട്ടേക്കാം. അതല്ല, പുതുമുഖങ്ങൾ ആണ് വരേണ്ടതുണ്ടെങ്കിൽ മൊത്തം അത് തന്നെയാണ് ജീവൻ. അതായത് CPIയുടെ മന്ത്രിമാരുടെ നിശ്ചയവുമായി ബന്ധപ്പെട്ട് പുറത്തെത്തിയ വാർത്തകൾ ഇങ്ങനെയായിരുന്നു. ഇ ചന്ദ്രശേഖരൻ, തിലോത്തമൻ, K രാജു തുടങ്ങിയവരൊക്കെ പട്ടികയിലുണ്ട്. C ദിവാകരൻ്റെയും മുല്ലക്കർ രത്നാകരൻ്റെയും കാര്യത്തിൽ ആവർത്തിച്ചുള്ള മന്ത്രിസ്ഥാനം വേണ്ട എന്ന നിലപാട്. ഒരുപക്ഷെ കൗൺസിൽ രൂപം കൊള്ളുന്ന തീരുമാനം ഏത് വിധത്തിലായിരിക്കും എന്ന സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ഇത് സംബന്ധിച്ചൊരു സൂചന നമുക്കിപ്പോൾ പറയാനാവില്ല. അല്പസമയത്തിനകം നമുക്ക് ഔദ്യോഗികമായി തന്നെ ആ കാര്യം അറിയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അകത്ത് നടക്കുന്ന ചർച്ചകൾ തീർച്ചയായും വളരെ കുലങ്കഷിമായ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യത്തിൽ ചില ഇത് രൂപീകരിക്കേണ്ട ഉള്ളത്. C ദിവാകരനും മുല്ലക്കർ രത്നാകരനും മാറുക എന്നതാണ് ഫോർമുലയെങ്കിൽ തീർച്ചയായും പുതുമുഖങ്ങൾ പരിഗണിക്കപ്പെട്ടേക്കാം. അല്ല, പരിചയസമ്പന്നരുടെ നിര തന്നെയാണ് വേണ്ടതുണ്ടെങ്കിൽ മുല്ലക്കർ രത്നാകരനും ഒപ്പം C ദിവാകരനും പരിഗണിക്കേണ്ടതായി വരും. എന്തായാലും കൊല്ലം ഏറ്റവും കൂടുതൽ പരിഗണന പട്ടികയിലുള്ളത് കൊല്ലം, തൃശ്ശൂർ ജില്ലകൾ തന്നെയാണ്. ഇതോടൊപ്പം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അതിൽ 3 പേരുകൾ സജീവമായി പരിഗണിക്കുന്നു. ഒന്ന് നാദാപുരം MLA EK വിജയൻ്റെയും V ശശിയുടെയും, ചിറയൻകീഴിൽ നിന്നുള്ള V ശശിയുടെയും ഒപ്പം ഇടുക്കിയിൽ നിന്നുള്ള പീരുമേടിൽ നിന്നുള്ള ES ബിജുമോളുടെയും പേരുകൾ സജീവ പരിഗണനയിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജിംഷാദ്, അതായത് തീർച്ചയായും ഇന്ന് തന്നെ ഒരുപക്ഷെ എന്ത് തർക്കങ്ങളുണ്ടായാലും അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകില്ലേ? കാരണം ഇതൊക്കെ വിഭജിക്കുകയും ഘടകകക്ഷികളും ഒക്കെയായി ബന്ധപ്പെട്ട CPIഎമ്മിൻ്റെയും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ LDFന് മുമ്പ് ഏതാണ്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഓരോ പാർട്ടിയും എത്തേണ്ടതില്ലേ? ആ ഘട്ടത്തിൽ ഇന്ന് തന്നെ ഉണ്ടാകും ജീവൻ. അങ്ങനെ തന്നെയാണ് CPIയുടെ നേതൃത്വവും കരുതുന്നത്. നമ്മളും ആ രൂപത്തിൽ തന്നെയാണ് കരുതുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ കാര്യത്തിൽ നീണ്ടുപോകാനുള്ള ഇടയില്ല. ഇന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ജനങ്ങൾ നൽകിയ ജനവിധിയുടെ ഗ്രേസ് ഉയർത്തിപ്പിടിക്കുക എന്ന പൊതുധാരണയാണ് CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലും ഉണ്ടാവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ മാത്രമാണ് നിലവിൽ ഒരു ചെറിയ ഇതായുള്ളത്. കാരണം C ദിവാകരനെയും മുല്ലക്കർ രത്നാകരനെയും കൂടെ പരിഗണിക്കേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായും ജീവനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി CPIഎമ്മിൻ്റെ 12 മന്ത്രിമാരുടെ പട്ടികയ്ക്ക് സംസ്ഥാന സമിതി അംഗീകാരം നൽകി. വകുപ്പുകളുടെ തീരുമാനം ഉടനുണ്ടാകും എന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. മണി ചീഫ് വിപ്പാകും എന്ന വിവരം കൂടിയുണ്ട്. വിവരങ്ങളും വിശദാംശങ്ങളുമായി KG ദിനകർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ദിനകർ, ഏകദേശം ഇന്നലെ പുറത്തെത്തിയ വാർത്തകൾ സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് ഔദ്യോഗികമായ ഭാഷ്യവും. പക്ഷേ വകുപ്പുകളുടെ കാര്യം സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം ഏകദേശം ധാരണയായി എന്നതാണ് സൂചനകൾ, അല്ലേ?
അജിംഷാദ് CPM മന്ത്രിമാരെ സംസ്ഥാന കമ്മിറ്റിയിൽ മന്ത്രിമാരെ സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. 12 പേരാണ് CPM-ൽ നിന്ന് മന്ത്രിമാരാവുക. കഴിഞ്ഞ ദിവസം ചേർന്നിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുകയും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ആ നിർദ്ദേശങ്ങൾ ഇന്ന് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിക്കുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ പുറത്തു വന്ന വാർത്തകൾ പോലെ തന്നെയാണ് EP ജയരാജൻ, തോമസ് ഐസക്, AK ബാലൻ, KK ശൈലജ, G സുധാകരൻ, TP രാമകൃഷ്ണൻ, AC മൊയ്തീൻ, കടകംപള്ളി സുരേന്ദ്രൻ, J മേഴ്സിക്കുട്ടിയമ്മ, പ്രൊഫസർ C രവീന്ദ്രൻ, KT ജലീൽ എന്നിവരാണ് മന്ത്രിമാരാവുക. അതോടൊപ്പം തന്നെ P ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായും നിയമിതനാകും. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനം ഏകദേശ ധാരണയായിട്ടുണ്ട് എങ്കിൽ കൂടിയും അത് സംബന്ധിച്ചുള്ള അവസാന തീരുമാനം, അന്തിമ തീരുമാനം ബുധനാഴ്ച രാവിലെയായിരിക്കും കൈക്കൊള്ളുക. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുൻപായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം കൈക്കൊള്ളുക. കാരണം ഘടകകക്ഷി മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചില വകുപ്പുകൾ 2006-2011 LDF സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ഘടകകക്ഷികൾ പലതും വിട്ടുപോയിട്ടുണ്ട്. അത് UDF-ലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അത്തരം ഘടകകക്ഷികൾ വഹിച്ചിരുന്ന വകുപ്പുകൾ അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ കൂടി വിഭജിക്കേണ്ടതുണ്ട്. അത് ഏത് രീതിയിലാവണം എന്നുള്ളത് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അന്തിമമായ വകുപ്പ് വിഭജനം പൂർത്തിയാക്കുക. അത് മറ്റന്നാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകളുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. അതിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നു വരികയാണ്. വൈകിട്ട് 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം CPM-ന്റെ MLA-മാർ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവായി നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ MLA-മാർ തെരഞ്ഞെടുക്കുകയും ചെയ്യും. രാവിലെ AKG സെൻറ്ററിൽ നടന്ന 10:15 സംസ്ഥാന കമ്മിറ്റി യോഗം ആരംഭിച്ചു. 12 മണിയോടുകൂടി യോഗം അവസാനിക്കുകയും ചെയ്തു. ഐകകണ്ഠേനയാണ് മന്ത്രിമാരെ സംബന്ധിച്ചുള്ള സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചതും. അതിനുശേഷം നിയുക്ത മന്ത്രിമാർ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ശക്തമായ അല്ലെങ്കിൽ കൂട്ടായ ഒരു പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കുക. ശക്തമായ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരായ മന്ത്രിമാരായി നിന്നുകൊണ്ട് പ്രവർത്തനം കാഴ്ചവെക്കും എന്നാണ് ഓരോ മന്ത്രിമാരും വ്യക്തമാക്കിയത്. ഇതിനിടയിൽ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള നിയുക്ത മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് വ്യക്തമാക്കിയ ഒരു കാര്യം, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ ശോചനീയമാണ്. ഖജനാവ് കാലിയാണ്. UDF സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ ഖജനാവ് കാലിയാക്കിയ ശേഷമാണ് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് കോടിക്കണക്കിന് രൂപയുടെ കടം വച്ചുകൊണ്ടാണ് ഇവർ പടിയിറങ്ങിയിരിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വാഭാവികമായും ശക്തമായ നടപടികളിലൂടെ മാത്രമേ സംസ്ഥാനത്തെ കരകയറ്റാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും ഡോക്ടർ TM തോമസ് ഐസക് വ്യക്തമാക്കുകയുണ്ടായി. അജിംഷാദ്, തീർച്ചയായും ഒരു കാര്യം കൂടി, മണിയാശാൻ MM മണി ചീഫ് വിപ്പാകും എന്നതും സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്ന് അല്ലെങ്കിൽ എടുത്ത ഒരു തീരുമാനം, അക്കാര്യം ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അദ്ദേഹം CPM-ന്റെ വിപ്പാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചീഫ് വിപ്പ് എന്നുള്ള ഒരു പദവി ഇത്തവണ ഉണ്ടാവില്ല എന്നും അറിയുന്നു. അദ്ദേഹം CPM-ന്റെ നിയമസഭയിലെ വിപ്പ് ആണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും സമഗ്ര വിവരങ്ങളാണ് KG ദിനകർ നൽകിയത്. സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ച് സർക്കാർ ധവളപത്രം പുറത്തിറക്കുമെന്ന് നിയുക്ത മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. കാലിയായ ഖജനാവാണ് പുതിയ സർക്കാരിൻ്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാലിയായിട്ടുള്ള ഖജനാവാണ്. ഒരു 15 വർഷം മുമ്പ് കേരളം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായ പ്രതിസന്ധിയാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കടം മേടിക്കുന്ന പണത്തിൻ്റെ ഏതാണ്ട് 60-70% തുക ദൈനംദിന ചെലവിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മൂലധന ചെലവിൽ ഗണ്യമായ ഇടിവുണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പണമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ വർഷം വികസന പദ്ധതിയുടെ 59% ചിലവാക്കിയിട്ടുള്ളതെന്നാണ് ട്രഷറി എന്നുള്ള കണക്ക്. അതിന് മുമ്പത്തെ വർഷം C&G തന്നെ പറഞ്ഞിട്ടുണ്ട് 61%. അപ്പോൾ ഇത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന നടത്തേണ്ടി വരും. ഇത് സംബന്ധിച്ച് സർക്കാർ ഒരു ധവളപത്രം ഇറക്കും.
പ്രതിപക്ഷ നേതൃസ്ഥാനം തർക്കമില്ലാതെ പരിഹരിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതി വേണമെന്ന് രമേശ് ചെന്നിത്തല യോഗത്തിൽ ആവശ്യപ്പെട്ടു. KPC നിർവാഹക സമിതി യോഗത്തിലാണ് ചെന്നിത്തല ഈ ആവശ്യം ഉന്നയിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നു. ഷീജ, സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി, തർക്കങ്ങൾ പരിഹരിക്കാനായി ഹൈക്കമാൻഡ് ഇടപെടുന്നു എന്ന വാർത്ത ദില്ലിയിൽ നിന്ന് വരുന്ന ഘട്ടത്തിലാണ് ഇന്ന് യോഗം പുരോഗമിക്കുന്നത്. ഏതൊക്കെ തീരുമാനങ്ങളിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? അജിംഷാദ്, ഇവിടെ KPCC ആസ്ഥാനത്ത് രാവിലെ 11 മണിയോടുകൂടി ആരംഭിച്ച KPCC നിർവാഹക സമിതി യോഗത്തിൽ ഏതായാലും കനത്ത തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് ഒരു വിശദമായ പരിശോധന, ചർച്ച വേണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉയർന്നു വന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു വിശദമായ പരിശോധനയുടെ ആവശ്യമില്ല, മറിച്ച് ജില്ലാ തലങ്ങളിൽ അവലോകനം നടത്തിയ ശേഷം ജില്ലാ തലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രം ഇതിൽ ഒരു വിശദമായ പരിശോധന മതി. അത് 2 ദിവസങ്ങളിലായി KPCCയുടെ 2 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ ഇത് ചർച്ച ചെയ്ത് ഈ കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനം കൈക്കൊണ്ടാൽ മതി എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്. എന്നാൽ ചർച്ച വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് ചർച്ച ഇന്ന് ചെയ്യേണ്ടതില്ല എന്ന് ഇവരെ അറിയിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ആകാതെ നിൽക്കുകയാണ്. നിയമത്തെ തോൽവി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിലയിരുത്താനായി ഒരു സമിതിയെ നിയോഗിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഏതായാലും മറ്റൊരു വിഷയം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായത് പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ചായിരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് യാതൊരുവിധ തർക്കത്തിൻ്റെയും ആവശ്യമില്ല, ഇത് തർക്കങ്ങൾ കൂടാതെ തന്നെ പരിഹരിക്കും എന്നായിരുന്നു ഉമ്മൻചാണ്ടി യോഗത്തിൽ അറിയിച്ചത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അടുത്തു ചേരുന്ന നിർവാഹക സമിതി യോഗങ്ങളിലെ വിശദമായി ചർച്ചയ്ക്കെടുക്കുകയുള്ളൂ. ഏതായാലും നിർവാഹക സമിതി യോഗം ഇപ്പോഴും തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്നും ചർച്ചയാവില്ല. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അനിശ്ചിതത്വം തൻ്റെ തോൽവിക്ക് കാരണമായെന്ന് മുൻ മന്ത്രി കെ ബാബു. താൻ പാർട്ടിക്ക് വേണ്ടാത്തവനാണെന്ന പ്രചരണമുണ്ടായി. ഇതിന് കാരണക്കാർ ആരാണെന്ന് ജനങ്ങൾക്കറിയാം. മദ്യനയത്തിൻ്റെ പേരിൽ തന്നെ മുൾമുനയിൽ നിർത്തിയവരെ ഇപ്പോൾ കാണാനില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച അഭിപ്രായം പറയാനില്ലെന്നും കെ ബാബു തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അനിശ്ചിതത്തെ തുടർന്ന് അവരുടെ LDFും BJPയും ഒരുപോലെ പ്രചരിപ്പിച്ച ഒരു കാര്യം, പാർട്ടിക്ക് വേണ്ടാത്ത സ്ഥാനാർത്ഥിയെ നമുക്ക് വേണോ. അപ്പം ഞാനൊരു മോശക്കാരനായിട്ട് ചിത്രീകരിക്കാൻ ഇടതുപക്ഷത്തിനും BJPക്കും ഒരുപാട് നിലപാടുകൾ പ്രയോജനപ്പെട്ടു. ഇതിൽ ഏതെങ്കിലും ഒരു ഇടയില്ലായിരുന്നെങ്കിൽ ഞാൻ ജയിക്കുകയും ചെയ്യും. ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഞാൻ പ്രത്യേകം അതൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല. പാർട്ടി വിലയിരുത്തുമ്പോൾ അപ്രോപ്രിയേറ്റ് ഫോറത്തിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നടപടിയെടുക്കണമെന്ന് ശശി തരൂർ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടു. കേരളത്തിലെ വിഷയങ്ങൾ ഹൈക്കമാൻഡ് ഗൗരവമായാണ് കാണുന്നതെന്ന് സോണിയാഗാന്ധി ശശി തരൂരിനെയും അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഗുരുതരമായ തർക്കമാണ് ഇവിടുത്തെ യോഗങ്ങളിലൊക്കെ നടക്കുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര തർക്കം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് ശശി തരൂർ ഹൈക്കമാൻഡിലേക്ക് സമീപിച്ചത്. എന്താണ് തീരുമാനം? എന്തൊക്കെയാണ് നടപടികൾ? ഏറ്റവും പുതിയ വിവരങ്ങൾ. അജിംഷാദ്, കേരളത്തിൽ നടക്കുന്ന രൂക്ഷമായ ആ തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് സോണിയാഗാന്ധിയുമായി ശശി തരൂർ അടക്കമുള്ളവർ കൂടിക്കാഴ്ച നടത്തിയത്. തരൂർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായതിൽ നേതൃതലത്തിൽ തന്നെ നടപടി വേണം, ഇക്കാര്യത്തിൽ ഗൗരവമായി പരിഗണിക്കും എന്നും സോണിയാഗാന്ധി അറിയിച്ചിട്ടുണ്ട്. മറ്റു നേതാക്കളുമായി വരും ദിവസങ്ങളിൽ അവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. കാരണം നേരത്തെ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്നാണ് കേരള നേതാക്കൾ അറിയിച്ചത്. ഉമ്മൻചാണ്ടിയുടെ പിടിവാശിക്ക് വരെ വഴങ്ങേണ്ടി വന്ന ആരോപണ വിധേയരൊക്കെ മന്ത്രിമാരായി നിയോഗിക്കുകയും ചെയ്തു. ഇതിലൊക്കെ ആശങ്കയുണ്ട്. അതൊക്കെ പരാജയ കാരണങ്ങളാണ്. അത് അന്വേഷിക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഈ സോണിയാഗാന്ധി ഉള്ളവർ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിന് തീർച്ചയായും വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. വാർത്തകളിലേക്ക്. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാനുള്ള നീക്കത്തിനെതിരായ സ്കൂൾ സംരക്ഷണ സമിതിയുടെ സമരം അക്രമാസക്തമായി. സ്കൂൾ രേഖകൾ തിരിച്ചെടുക്കാനായി എത്തിയ AEOയെ സ്കൂൾ സംരക്ഷണ സമിതിയും നാട്ടുകാരും ഉപരോധിച്ചതോടെയാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. വിവരങ്ങളുമായി വിനിഷ വൃന്ദാവൻ ചേരുന്നു. വിനിഷ, ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി എന്ത് ഇപ്പോൾ അവിടെ? ജിംഷാദ്, മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. ഉത്തരവിന്മേലുള്ള നിയമ നടപടിയുടെ ഭാഗമായി 1 മാസത്തിനകം സ്കൂളിന്റെ അനുബന്ധ രേഖകൾ DDയെ ഏൽപ്പിക്കണമെന്ന് ഹൈക്കോടതി അനുശാസിച്ചിരുന്നു.
ഇതിന്റെ ഭാഗമായി നിയമ നടപടികൾ സ്വീകരിക്കാനായി എത്തിയ AEO-യെ സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകർ തടഞ്ഞു. AEO എത്തുന്നതിന് മുൻപായി സ്കൂളിന് സംരക്ഷണം ഏർപ്പെടുത്താൻ എത്തിയ പോലീസുകാർ സ്കൂളിന്റെ ഗേറ്റ് തല്ലി തകർത്ത് സ്കൂളിലേക്ക് പ്രവേശിച്ചത് ഒരു സംഘർഷത്തിനിടയാക്കി. പോലീസുകാർ സ്കൂളിനകത്ത് പ്രവേശിച്ചതും സംരക്ഷണ സമിതി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. അല്പസമയം പരസ്പരം ഒരു വാക്കേറ്റത്തിലേക്കും ഉന്തുതള്ളിലേക്കും ഉള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഈ ഒരു പ്രതിഷേധം മാറുകയുണ്ടായി. AEO സ്ഥലത്തെത്തി തന്റെ നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതും സംരക്ഷണ സമിതി പ്രവർത്തകർ ചേർന്ന് തടഞ്ഞു. സംരക്ഷണ സമിതി പ്രവർത്തകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊണ്ട് ഏതാനും ദിവസത്തേക്ക് ഈ ഒരു ഉത്തരവ് നടപ്പാക്കാതെ AEO മടങ്ങുകയായിരുന്നു. തീർച്ചയായും വ്യക്തമാണ്. വിനീഷ വൃന്ദാവനാണ് വിവരങ്ങൾ നൽകിയത്.